ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യത്തെ കൃഷി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാന്താരി മുളക് കൃഷിയെ പറ്റിയാണ്. വരൂ നമുക്ക് ആ വീഡിയോയിലേക്ക്. വാഴയിലെടുത്ത് ഇതുപോലെ സ്റ്റാപ്ലർ അടിച്ചു വെച്ചാൽ ഇതുപോലെ മണ്ണ് നിറച്ച് വെച്ച് നമുക്ക് വിത്തുകൾ നടാം. ഞാൻ ഇതിൽ ചാണകവും ചാരവും കുമിൾനാശിനിയുമാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ കാന്താരി മുളകിലെ വിത്തിട്ട് കൊടുക്കാം. ഇത് 5 മണിക്കൂർ മുന്നേ ഞാൻ കഞ്ഞിവെള്ളത്തിൽ ഇട്ടതാണ്. ഇത് കൈ കൊണ്ട് എടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഫ്രണ്ട്സ്, ഇത് പണ്ട് നമ്മൾ നട്ട ഒരു കാന്താരി ചെടിയാണ്. ഇതിൽ നിന്നാണ് നേരത്തെ നമ്മൾ നട്ടയിൽ വിത്തെടുത്തത്. ഇതിൻ്റെ ചവിട്ടിൽ തന്നെ കുറേ കാന്താരി പൊടിച്ച് നിൽക്കുന്നു. അത് നമുക്കൊന്ന് മാറ്റി നടാം. വരും, നമുക്കിനി ആ നടൻ്റെ ഗ്രോ ബാഗ് എങ്ങനെ റെഡിയാക്കണ്ടേന്ന് നോക്കണ്ടേ. വരും പോവാം. നമ്മൾ ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്ന കുമിൾനാശിനിയും ഉണക്കിയ ചാണകവും ചാരവും മണ്ണും ഒക്കെ മിക്സ് ആയിട്ട് വെച്ചിരിക്കുന്ന മണ്ണാണ് ഇതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യുന്നത്. ഒരു കാലിയായ ഗ്രോ ബാഗാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഇടാൻ പോകുന്ന പരുത്തി ചെടിയുടെ പച്ച ഇലയാണ്. അത് ഞങ്ങളുടെ വീട്ടിലുള്ള പരുത്തി ചെടിയാണ്. അതിൻ്റെ ഇലയാണ് ഞാൻ ആദ്യമേ ഇടുന്നത്. അതിൻ്റെ ഇടയിൽ ഉണങ്ങിയതൊക്കെ ഉണ്ട്, അത് സാരമൊന്നുമല്ല. കണ്ടല്ലോ, നിങ്ങൾ തന്നെ കാണും. പിന്നെ കരിയില, ഇതാണ് മെയിനായി നമ്മൾ ഇടുന്നത്. കരിയില നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ചാരവും ചാമ്പലും മണ്ണും. അപ്പോൾ മണ്ണ് ഞാൻ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതായി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് മണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് വെച്ചിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ചെടി നമ്മൾ നട്ടു വെച്ചിരിക്കുന്ന ഇതാണ് ഇനി നടാൻ പോകുന്നത്. നമ്മൾ ഒന്ന് നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരെണ്ണം നടണം. നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വെയിലും തണലും ഉള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി നടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു വെയിലുള്ള സ്ഥലം നോക്കി ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇതോടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയും വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ടാറ്റാ.